വയനാട് മേപ്പാടി മാപ്പിളത്തോട്ടത്തിലിറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ കാട്ടിലേക്ക് തുരത്തുന്ന നടപടികൾ ആരംഭിച്ചു. പ്രദേശത്ത് വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പടക്കം പൊട്ടിച്ച് കാട്ടാനക്കൂട്ടത്തെ തുരത്തുകയാണ്. രണ്ട് കുട്ടിയും മേലാണ്. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും ആഷിഖ് റഹ്മാനാണ് ചേരുന്നത്. ആഷിഖ്, ഇപ്പോൾ നേരം ഇരുട്ടാവാനായി, അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ആശങ്കയും ഉണ്ടാവും ആ കാട്ടാനക്കൂട്ടം എത്തരത്തിൽ ജനവാസ മേഖലയിൽ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് ആനകളെ കാട്ടിലേക്ക് തുരത്തുന്ന നടപടികൾ അവിടെ ആരംഭിച്ചിരിക്കുന്നത്? സ്വാതി, വയനാട് മേപ്പാടി ടൗണിനോട് നേരെ ചേർന്ന് ഏകദേശം ഒരു 500 മീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് മാപ്പിളത്തോട്ടത്തിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ഏകദേശം 6ഓളം ആനകൾ ഈ പ്രദേശത്ത് ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. 2 കുട്ടിയാനകളടക്കം 6ഓളം ആനകളാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ നിലവിലുള്ളത്. ഇന്നലെ രാത്രിയോടെ കൂടി എത്തിയ ആനകളാണ്. അതാണ് ഈ മേപ്പാടി പ്രദേശത്തെ മാപ്പിളത്തോട്ടത്തിലെ ഒരു കാപ്പിത്തോട്ടത്തിൽ ഇന്നലെ രാത്രി മുതൽ നിൽക്കുകയും ഇതുവരെ ഈ പ്രദേശത്ത് പോകാതെ ഏകദേശം ഒരു ദിവസത്തോളമായി 24 മണിക്കൂറോളമായി ഈ പ്രദേശത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മേപ്പാടി നമുക്ക് അറിയുന്നത് പോലെ മേപ്പാടി ടൗണിനോട് വെറും 500 മീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് ഇതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പോലെ ഈ പ്രദേശത്തെല്ലാം വീടുകൾ നമുക്ക് കാണാം. ജനവാസ മേഖലയാണ്. തോട്ടമേഖലയുടെ ഇപ്പുറത്തും ഈ തോട്ടമേഖലയുടെ നേരെ അപ്പുറത്തും എല്ലാം ഇത്തരത്തിൽ വീടുകൾ നമുക്ക് കാണാം. അങ്ങനെ വലിയ രീതിയിൽ ആ ജനവാസ മേഖലയിലുള്ള ഒരു പ്രദേശത്താണ് ഇന്നലെ രാത്രിയോടുകൂടെ കാട്ടാനെത്തുകയും ഇതുവരെ ഈ പ്രദേശത്ത് പോകാത്തൊരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ രാവിലെ ഇത്തരത്തിൽ കാട്ടാനെ തുരത്താൻ വനവകുപ്പ് ശ്രമിച്ചെങ്കിലും നടന്നില്ല. തുടർന്ന് ഇന്ന് വൈകിട്ടത്തേക്ക് മാറ്റുകയായിരുന്നു. പ്രത്യേകിച്ച് സ്കൂളടക്കം സമീപത്ത് സ്കൂളുണ്ട്. മേപ്പാടി ടൗണാണ്. അതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിൽ രാവിലെ ഏതെങ്കിലും തരത്തിൽ ഈ കാട്ടാനെ തുരത്താൻ ശ്രമിച്ചാൽ മേപ്പാടി ടൗണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ അതൊരു പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ടോടുകൂടി ഏകദേശം 5 മണിയോടുകൂടിയാണ് ഈ കാട്ടാനെ തുരത്താനുള്ള ഒരു നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ആ കാട്ടാനയെ നിലവിലുള്ള കാപ്പിത്തോട്ടത്തിൽ നിന്ന് പടക്കമെല്ലാം പൊട്ടിച്ച് മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റിയെങ്കിലും ആന വീണ്ടും ആ പ്രദേശത്ത് തിരിച്ചു പോയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് കൂടിയാണ് കാട്ടാന ഈ പ്രദേശത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിരിച്ച് ഈ പ്രദേശത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഈ കാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഏകദേശം 6ഓളം ആനകൾ ഉള്ളതിനാൽ തന്നെ ഒരേ സമയം ഇതിനെ തുരത്തുക എന്നത് പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ 4 ഭാഗത്തും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ കാട്ടാനെ തുരത്താനുള്ള ഒരു ദൗത്യം പുരോഗമിക്കുന്നത്. പല വീടുകളിൽ നിന്നും വീട്ടുകാരെല്ലാം വലിയ ആശങ്കയിലാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പോലെ തന്നെ വീടുകൾക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് ആളുകൾ ഇത്തരത്തിൽ കാട്ടാന വരുന്ന ഒരു ദൃശ്യം വീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ വീടുകൾക്ക് സമീപത്ത് കൂടിയാണ് കാട്ടാന ഈ കാട്ടിലേക്ക് തിരിച്ച് കയറി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാവുന്ന കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം വലിയ രീതിയിൽ കാട്ടാനാക്രമണം നിലനിന്ന ഒരു പ്രദേശമാണ്. വീടുകൾക്ക് സമീപം കാട്ടാനെത്തുന്ന വാർത്തകളെല്ലാം കഴിഞ്ഞ ആഴ്ചകളെല്ലാം നമ്മൾ തന്നെ നൽകിയതാണ്. അതിന് പിന്നാലെയാണ് ഈ മേപ്പാടി പ്രദേശത്ത് ഏകദേശം 24 മണിക്കൂറോളമായി പ്രദേശത്ത് വലിയ ഭീതിയിലാക്കിക്കൊണ്ട് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിട്ടുള്ളത്. വനംവകുപ്പിന്റെ ഈ തുരത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഏകദേശം ഇന്ന് രാത്രിയോടെ തന്നെ ഈ കാട്ടാനെ തുരത്താനാകുമെന്നാണ് പ്രതീക്ഷ. ഏകദേശം 2 കുട്ടിയാനകളും 6ഓളം ആനകളുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ആനയോ 2 ആനയോ അല്ല, പൂർണ്ണമായും ഒരേ സമയം ഈ ആനകളെ കൂട്ടമായി തന്നെ കാട്ടിലേക്ക് തുരത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ വലിയ ഒരു ദൗത്യത്തിനെയാണ് ഇപ്പോൾ ഇവിടേക്ക് തുടങ്ങിയിട്ടുള്ളത്. സൗത്ത് വയനാട് DFO അജിത് കെ രാമന്റെ നേതൃത്വത്തിലടക്കമുള്ള വലിയ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇവിടെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. വീട്ടിൽ നിന്ന് ആരോടും പുറത്തിറങ്ങരുത് എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ നിലവിൽ ഗതാഗതം ഈ മേപ്പാടി ചുരൽമല റോഡിൽ ഗതാഗതം തടഞ്ഞിട്ടില്ലെങ്കിലും അല്പസമയത്തിനകം കാട്ടാൻ ഇങ്ങോട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഈ പ്രദേശത്തെ ഗതാഗതമടക്കം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും നീങ്ങും. എന്തായാലും വലിയ സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് ഈ ഒരു നടപടികൾ ഈ ഒരു വനവകുപ്പിന്റെ നടപടി നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ച പോലെ ജനവാസ മേഖലയാണ്. ഈ പ്രദേശത്തെല്ലാം ഇപ്പോൾ നമുക്ക് പടക്കം പൊട്ടിക്കുന്ന ശബ്ദം നമുക്ക് അവിടുന്ന് കേൾക്കാൻ കഴിയുന്നുണ്ട്. കാരണം ആന വീണ്ടും നേരത്തെ നിന്ന കാപ്പിത്തോട്ടത്തിലേക്ക് പോയെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് കാട്ടാനെ തുരത്താൻ വേണ്ടി വീണ്ടും പടക്കം പൊട്ടിച്ച് വീണ്ടും കാട്ടാനെ ഈ പ്രദേശത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഈ വീടുകൾക്ക് സമീപത്തുകൂടി തന്നെ വേണം ഈ തിരിച്ച് കാട്ടിലേക്ക്
കാട്ടിലേക്ക് കടത്തിവിടാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പടക്കം പൊട്ടിച്ചുകൊണ്ട് ആ ദൂരത്ത് നിന്ന് ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. വലിയ ദൗത്യത്തിലാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം ഏർപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് അതിവേഗം ആന മാറുന്നു എന്നുള്ളതാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരെ കൊടുക്കുന്നത്. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് തിരിച്ച് അതേ ഭാഗത്തേക്ക് ഇതിനെ തിരിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ട്. അതാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരെയും കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു തോന്നുന്നു. ആകാശത്തേക്കടക്കം പടക്കം പൊട്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ കാട്ടാനെ അവിടുന്ന് തുരത്താനുള്ളൊരു നടപടികൾക്കാണ് വനവകുപ്പ് നേതൃത്വം നൽകുന്നത്. ഈ തേയിലത്തോട്ടത്തിന് നേരെ അപ്പുറത്തും ജനവാസ മേഖലയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തേക്കും ആനയെ ഇറക്കാൻ പാടില്ല. തിരിച്ച് ഈ പ്രദേശത്ത് നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് കൂടി തന്നെ വേണം ആനയെ തിരിച്ച് കാട്ടിലേക്ക് തുരത്താൻ. അതിനാൽ തന്നെ വലിയ രക്ഷാ ഈ സമീപത്ത് ചുറ്റും വനവകുപ്പ് ഉദ്യോഗസ്ഥർ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആനയെ തുരത്താനുള്ള ഒരു ദൗത്യത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത്. എന്തായാലും വനവകുപ്പിൻ്റെ ഈ ദൗത്യം പുരോഗമിക്കുകയാണ്. ഈ രാത്രിയോടുകൂടിയെങ്കിലും ഈ ആനയെ പ്രദേശത്ത് നിന്ന് തുരത്താനുള്ള നടപടികൾ തുരത്താൻ കഴിയുമെന്നാണ് വനവകുപ്പ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഈ മേപ്പാടിയിലെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ കാട്ടാൻ ആക്രമണം സ്ഥിരമായുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഇത് മേപ്പാടി ടൗണിനോട് ഏകദേശം മേപ്പാടി ടൗൺ വെറും 500-600 മീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് ഈ ഒരു പ്രദേശം നിലവിലുള്ളത്. ആ പ്രദേശത്താണ് ഇന്നലെ രാത്രിയോടുകൂടി എത്തിയ കാട്ടാന ആ പ്രദേശത്ത് നിന്ന് മാറാതെ തുടർന്നു പോരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വനവകുപ്പിൻ്റെ നടപടികൾ പുരോഗമിക്കുകയാണ്. വൈകാതെ തന്നെ രാത്രിയോടുകൂടിയെങ്കിലും ഈ കാട്ടാനെ തുരത്താനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. സ്വാതി. അതുതന്നെയാണ് ആഷിഖ്. വയനാട് മേപ്പാടി മാപ്പിളത്തോട്ടത്തിലിറങ്ങിയ കാട്ടാനക്കൂട്ടത്തെയാണ് കാട്ടിലേക്ക് തുരത്തുന്ന നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. പ്രദേശത്ത് വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആനകൾ ടൗണിനും ഏകദേശം 500 മീറ്റർ അകലെ മാത്രമായിട്ടാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ആശങ്കയുണ്ട്. ആളുകളെല്ലാം നോക്കി നിൽക്കുകയാണ് ആനകളെ തുരത്തുന്നത് എന്നുള്ളതാണ്. ആ വിവരങ്ങളാണ് ആഷിഖ് റഹ്മാൻ നൽകിയത്.